ആ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. ആ അച്ഛാ, ഇവിടെ ഈ മലമുകളിൽ ഉത്സവം നടക്കാറില്ലേ ഈ കാട്ടിലെ ആൾക്കാരുടെ? ഉണ്ട്, പക്ഷെ അത് ഏപ്രിൽ മാസത്തിലാ, ആ വിഷുവിനോട് അടുപ്പിച്ച്. ഇപ്പൊ ആയിരുന്നെങ്കിൽ നമുക്കും പോവായിരുന്നു, അല്ലടാ വരണേ? ഇവൻ ഇതെന്തു പറ്റി? ഡാ, നിന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നതിന്റെ പരിഭവം മാറിയില്ലേ ഇതുവരെ? വരുണിന്റെ പരിഭവം അങ്ങനെ പെട്ടെന്നൊന്നും തീരില്ല അച്ഛാ. അപ്പൊ കാര്യം കൽപ്പനയ്ക്ക് അറിയാമല്ലോ. ആ, കൽപ്പനക്കറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? ഗൂഗിള് പോലും പല കാര്യങ്ങളും കൽപ്പനയോട് ചോദിക്കാറുണ്ടെന്നാ പറയുന്നത്. ചെല്ല് ചെല്ല്, ഇപ്പോഴേ പെട്ടി നിന്റെ കയ്യിലാ. അധികം വൈകാതെ നീ പെട്ടിക്കകത്താവും. ഏയ് പോട്ടടോ, അവൻ ഇത്രയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ അവൻ ഇങ്ങനെയൊക്കെ നമ്മളടുത്ത് സംസാരിക്കുന്നേ. ആ താൻ വരുണ്ട കാര്യം പറ. എന്ത് കാര്യം പറയാൻ? എന്താ ഇപ്പൊ എല്ലാവർക്കും അറിയണ്ടേ? പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോന്നപ്പോ എനിക്ക് അല്പം സങ്കടമുണ്ട്. ഇനി അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് ആരും ബുദ്ധിമുട്ടണമെന്നില്ല. ഇവൻ ഇത്രയും സീരിയസ് ആവേണ്ട കാര്യം എന്താ? പ്രിയങ്ക മോളെ പിരിഞ്ഞിരിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ബിജുവിനെ വിട്ടിട്ട് പ്രിയങ്കയും കൂടെ കൊണ്ടുവരാം. പ്രിയങ്ക വന്നതുകൊണ്ടൊന്നും വരുണിന്റെ വിഷമം മാറില്ല അച്ഛാ. പിന്നെ ആ അതൊക്കെ താമസിയാതെ അച്ഛനും സൂര്യ അറിഞ്ഞോളും. ആ ഇനി നിങ്ങൾ മാത്രമേ അറിയാനുള്ളൂ. അതെന്താടാ കൽപ്പന പറഞ്ഞത് നമ്മൾ മാത്രമേ അറിയാനുള്ളൂന്ന്? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ ദിവസം പത്മിനിക്കും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ സംസാരിക്കുമ്പോ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്. അച്ഛൻ പേടിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൽപ്പന എടുത്ത് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അല്ല, വരുൺ ഇങ്ങനെ തുടങ്ങിയാൽ ഈ യാത്ര തന്നെ വല്ലാതെ ബോറാവുമല്ലോ. ആര് പറഞ്ഞു? അവനെ ഒന്ന് പ്ലസന്റ് ആക്കല്ലേ അച്ഛന് വേണ്ടു. അത് ഞാൻ ഏറ്റു. അച്ഛൻ ചെന്ന് ഡ്രസ്സ് മാറാൻ നോക്ക്, അവനെ നമുക്ക് ഓക്കെ ആക്കാം. ശലഭമേ നീയണയുമോ എന്നരുമയായി എന്നരികിൽ സ്വപ്നവനികയും വസന്തവുമായി തിരയും ഇതാ എൻ ഹൃദയമേതു നിമിഷവും എന്നിരവുകൾ വിലോലമായി നിനക്കായൊരുകിടുമേ. മേഡം എന്തു പറഞ്ഞു? രാധികയെ കൊണ്ട് പ്രമാണം ഒപ്പിടിക്കാൻ പോകുന്ന എന്നെ കൊണ്ടത് സാധിക്കില്ലെന്ന് സോണിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല മേഡം. ആ പിറന്നാൾ ദിവസത്തെ പെർഫോമൻസ് ഇല്ലേ, കാസർഗോഡോ ഏതാ അനാഥാലയം? ഏതായിരുന്നു ആ സ്ഥലം? ആവോ, ആർക്കറിയാം. ആ നേരത്തെ വായി വന്നൊരു സ്ഥലം പറഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു കഥ പറഞ്ഞ് രാധികയുടെ മനസ്സിലാക്കിയ മേഡത്തിന് മറ്റൊന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. താങ്ക് യു. ദാ മോള് വരുന്നുണ്ട്. മോളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ മോളെ കാത്തിരിക്കായിരുന്നു. ശരി. ഇതാരാ? ഈ കുഞ്ഞിന്റെ പേര് നന്ദിനി എന്ന.
അമ്മയ്ക്ക് പരിചയമുള്ളൊരു സ്ത്രീയുടെ മകളാ. കുറച്ചു നാളായിട്ട് ഹോസ്പിറ്റലിലാ. ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് ഡോക്ടർമാര് വലിയ തുകയാ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 6 കോടിയോളം രൂപ. അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കണമെന്നുണ്ട്. മോള് അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്യൂ. ഞാനെങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നത്? അതും ഇത്രയും വലിയൊരു തുകയൊക്കെ കേട്ടിട്ട് തന്നെ എനിക്ക് ബോധക്കേട് വരുന്നു. അമ്മയുടെ അക്കൗണ്ടിലും ഇത്രയും പണം ഒന്നിച്ചെടുക്കാനുണ്ടാവില്ല. പിന്നെ ചെയ്യാനുള്ളത് വാങ്ങിച്ചിട്ടിരിക്കുന്ന പ്രോപ്പർട്ടികളില് ഏതെങ്കിലുമൊക്കെ വിൽക്കുക എന്നതാ. അതിനുവേണ്ടി അമ്മയൊന്ന് സഹായിക്കാനാ മോളോട് പറഞ്ഞത്. പ്രോപ്പർട്ടി വിൽക്കുന്നതിന് എന്റെ സഹായം എന്തിനാ? അത് അമ്മയുടെ സ്വത്തൊക്കെ അമ്മ മോളുടെ പേരിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടുപേരും ഒന്നിച്ചൊപ്പിട്ടാലേ പ്രോപ്പർട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതെന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? എനിക്കൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. മോളെ, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ അതെല്ലാം നിനക്ക് വന്ന് ചേരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാ അങ്ങനെ ചെയ്തേ. എനിക്കൊന്നും വേണ്ട. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം മോളെ. ഇപ്പൊ ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചേ പറ്റൂ. സോണിയ ബുധനാഴ്ചയല്ലേ അഡ്വക്കേറ്റ് പറഞ്ഞത്? ആ അതെ മേഡം. മോളെ, ബുധനാഴ്ച രാവിലെ മോളൊന്ന് രജിസ്റ്റർ ഓഫീസ് വരെ വന്നാ മതി. ജസ്റ്റ് ഒരു ഒപ്പിടുന്നത് വരെ. ബാക്കി കാര്യങ്ങള് അമ്മ ചെയ്തോളാം. അത് ഈ രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിടാന്നൊക്കെ പറഞ്ഞോ? എന്താ മോളെ, നിയമം അങ്ങനെ ആയതുകൊണ്ടല്ലേ. മോളെ കുഞ്ഞിന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഇപ്പൊ ഈ കാണുന്നത് പോലെയൊന്നും അല്ല. ക്ഷീണിച്ച് എല്ലും തോലുമായി വല്ലാത്തൊരവസ്ഥയിലാ. നമ്മളൊന്ന് കൈ അയഞ്ഞ് സഹായിച്ചില്ലെങ്കിൽ ആ കുടുംബം ഒന്നിച്ച് ആത്മഹത്യ ചെയ്യും. ഇഷ്ടം പോലെ കയ്യിലുണ്ടായിട്ടും ഒരു ജീവൻ രക്ഷിക്കാൻ അത് ഉപകരിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ദുഷ്ടതയല്ലേ മോളെ? മോളെ തീരുമാനം പറ. എന്നിട്ട് വേണം അമ്മയ്ക്ക് അവരോട് വിളിച്ചു പറയാൻ. ഒരു കുഞ്ഞിന്റെ ജീവന്റെ കാര്യല്ലേ. ബുധനാഴ്ച ഞാൻ വരാം. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇനി മുതല് ഇങ്ങനൊരു കാര്യം എന്നോട് പറയരുത്. എനിക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട. അതൊക്കെ അമ്മയുടെ പേരിൽ തന്നെ ഇരിക്കട്ടെ. അഡ്വക്കേറ്റ് അന്ന് ഉണ്ടാകുമല്ലോ. നമുക്കൊരു ധാരണയിലെത്താം. ഇത് മോള് സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. ആ കുഞ്ഞിന്റെ കാര്യം ഓർത്താ എന്ന് ഞാൻ പൊയ്ക്കോട്ടെ. പൊയ്ക്കും. പിന്നൊരു കാര്യം, അമ്മയുടെ സ്വത്തുക്കള് മോളുടെ പേരിൽ വന്നാലും അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരുണ്യ പ്രവൃത്തികളൊന്നും മോള് മുടക്കാൻ പാടില്ല. അതൊക്കെ സോണിയും മാലിനിയും മോൾക്ക് പറഞ്ഞു തരും. എല്ലാരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ മോളെ. അതല്ലേ നമുക്കും മനസ്സിനൊരാശ്വാസം. ശരി. ഇതെങ്ങനെയാ മേഡം ഇങ്ങനെ ഒരു കഥ മെനഞ്ഞെടുത്തത്? അതും അവളുടെ ചങ്കിൽ കൊള്ളുന്നത് പോലെ. ഏതായി കുട്ടി? ഏതായി ഫോട്ടോ? എനിക്കറിയില്ല, എവിടുന്നോ കൈ കിട്ടി. അത് വച്ചൊരു പ്രയോഗം നടത്തി നോക്കാൻ തീരുമാനിച്ചു. അത്ര തന്നെ. മേഡത്തിന് ഞാൻ സമ്മതിച്ചു. മേഡ ഇടുന്ന കുരുക്കിൽ നിന്നും രാധിക ഒരിക്കലും രക്ഷപ്പെടില്ല. അതുറപ്പാ. അല്ല, ഫിദ മാഡം വന്നില്ലേ? ഇല്ല മോളെ, ഇന്ന് ഫിദ വരുമെന്ന് തോന്നുന്നില്ല. അയ്യോ, എനിക്ക് മാഡത്തിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത്രയും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ എന്നോട് പറഞ്ഞോ, ഞാൻ ഫിദയെ അറിയിച്ചാ പോരെ?
അല്ല മാഡം, അങ്ങനെ അത് നേരിട്ട് പറയാനുള്ളതാ. എന്തേലും ഗൗരവമായ കാര്യമാണോ? അതോ ഇന്നലത്തെ പോലെ സംശയമാണോ ജീവിതത്തെക്കുറിച്ച്? അതൊക്കെ തന്നെയാ. പക്ഷേ ഫിദ മാഡത്തിന് മാത്രമേ എനിക്കത് മനസ്സിലാക്കി തരാൻ പറ്റൂ. എങ്കിൽ പിന്നെ നാളെ ചോദിച്ചാ പോരെ? അല്ല, നാളെ പ്രിയയുടെ കൂടെ എനിക്കൊരു സ്ഥലത്ത് പോവാനുണ്ട്. നാളെ ഞാൻ വരില്ല. അതും കൂടി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഫിദ മാഡത്തിനോട്. പ്രിയങ്കയ്ക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവാക്കുന്നുണ്ടല്ലേ? അവളെന്റെ അനിയത്തിയല്ലേ. എന്നാ ഞാൻ പോയിക്കോട്ടെ. ഫിദയോട് ഞാൻ വിളിക്കാൻ പറയാം. വേണ്ട, ഞാൻ പിന്നെ പറഞ്ഞോളാം. ഫിദ മാഡത്തിനോട് പറയാതെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടുണ്ടോ? ഈ രജിസ്ട്രാർ ഓഫീസിൽ പോവാ, പ്രമാണത്തിൽ ഒപ്പിടാന്നൊക്കെ പറയുമ്പോ ആരോടെങ്കിലും പറയാതെ എങ്ങനെയാ? അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോ ചോദ്യവും പറച്ചിലൊക്കെ ആയിട്ട് ആ കുഞ്ഞിന്റെ ചികിത്സ മുടങ്ങരുത്. എന്തേലും ആവട്ടെ, അപകടമാണെങ്കിൽ ഭഗവാൻ കാത്തോളും. എന്താ ഇവിടെ നിൽക്കുന്നേ? കാണാൻ നല്ല ഭംഗിയല്ലേ? അതെന്താ എന്റെ കൂടെ നിന്നാ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ലേ? തന്റെ കൂടെ നിന്നാ തന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും, ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. ആഹാ, ഗംഭീര ഡയലോഗ് ആണല്ലോ. ഇങ്ങനെ ഒരു സ്ഥലത്തെത്തി ഇത്രയും നല്ല കാഴ്ചകളൊക്കെ കണ്ട് കൂടെയുള്ള പെണ്ണിനോട് ഇത്രയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും പൊട്ടനായി പോവില്ല. ഇപ്പോഴാ പഴയ സൂര്യ കുറച്ച് വരാൻ തുടങ്ങിയത്. അതവിടെ ഇരിക്കട്ടെ. വരുണ്ട കാര്യം എന്താ നേരത്തെ പറഞ്ഞേ? അച്ഛനത് കേട്ട് കുറച്ച് ടെൻഷനായിട്ടുണ്ട്. ഓ, അത് വിട്. തൽക്കാലം നമുക്ക് ആ മാറ്റർ സംസാരിക്കണ്ട. ഇല്ല കൽപ്പന, അത് സംസാരിച്ച് തീർത്തില്ലെങ്കിൽ മനസ്സിലൊരു കല്ലായിട്ടത് അങ്ങനെ കിടക്കും. താനെന്താ ഉദ്ദേശിച്ചെന്ന് പറ. എന്നിട്ട് വേണം അതിനനുസരിച്ച് അവനെ ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ. അതിലിത്ര ആലോചിക്കാനുണ്ടോ? ഞാനും സൂര്യൻ ദാ ഇവിടെ നിൽക്കുന്നു, വരുണാണെങ്കിൽ തനിച്ചു. പക്ഷേ പ്രിയങ്കയെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോ അതല്ല കാര്യം എന്നല്ലേ താൻ പറഞ്ഞു? അയ്യോ, അതൊക്കെ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കാണോ? എനിക്കെന്താ ഒരു തമാശ പറയാൻ പോലും പറ്റില്ലേ? ആ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. നമ്മുടെ അനിയൻ ചക്കനെ അവന്റെ പ്രാണപ്രിയയെ വിട്ടു പിരിഞ്ഞതിലുള്ള കാര്യ. ആ, എങ്കിൽ കുറച്ച് അനുഭവിച്ചോട്ടെ, അത് വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യം. സൂര്യ, ഈവനിങ് നമുക്ക് നടന്നാലോ? ആ, അതൊരു പ്ലാൻ ഉണ്ട്. എല്ലാരും ഒന്നിച്ചല്ല, നമ്മള് മാത്രം. അച്ഛന്റെ വരുണിന്റെ മുമ്പില് സൂര്യയുടെ കൈ പിടിച്ച് നടക്കാൻ എനിക്ക് നാണക്കേടാ. നമ്മള് മാത്രമാകുമ്പോ കുഴപ്പമില്ലല്ലോ. ആരാ കോൾ എടുക്കുന്നില്ലേ? അത് പ്രിയങ്കയെ വിളിക്കുന്നത്. എവിടെ എത്തിയെന്നൊക്കെ അറിയാനായിരിക്കും. ഞാനേ അവളോടൊന്ന് സംസാരിച്ചിട്ട് വരാം. അല്ല, സൂര്യയുടെ പ്രകൃതി ഭംഗി കാണലൊക്കെ നടക്കട്ടെ. ഹലോ, എന്തുപറ്റി എന്റെ കോൾ കെട്ടിയാൻ? നിന്റെ ഭർത്താവ് അടുത്തുണ്ടായിരുന്നോ? ഉണ്ടായാലും ഇല്ലെങ്കിലും നിനക്ക് എന്താ ഗൗതം? എനിക്കെന്താണോ? നീ എന്താ കരുതിയിരിക്കുന്നെ? എന്നെ ഈസിയായിട്ട് ചതിച്ചങ്ങ് ഒഴിവാക്കാന്നോ? നിന്നെ ഒഴിവാക്കാൻ എന്തിനാ ചതിക്കുന്നേ? നീ ആരാ ഗൗതം? വരുണിനോടോ സൂര്യയോടോ അച്ഛനോടോ നീ എനിക്ക് ശല്യമാണെന്നൊരു വാക്ക് പറഞ്ഞാ മതി, പിന്നെ എന്താ സംഭവിക്കാന്നറിയാലോ. അപ്പോ കൃത്യമായ തീരുമാനം നിന്റെ മനസ്സിലുണ്ട്. എന്നെ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് ഒരുപാട് കാലം നിങ്ങൾ അങ്ങനെ സൂചിച്ച് ജീവിക്കില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം.
വെറുതെ എന്നെ ചിരിപ്പിക്കല്ലേ ഗൗതം. ഇതുവരെ നീ ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ആ എന്ന് വെച്ചാ ഗൗതമിനൊന്നും ചെയ്യാൻ പറ്റില്ല അതല്ലേ? എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പോയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തുന്നതിനകത്ത് നിന്നെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചിരിക്കും. ഏതായാലും നീ ചെയ്ത് കാണിക്കേ. അങ്ങനെയെങ്കിലും കുറച്ച് ധൈര്യം കിട്ടുമല്ലോ നിനക്ക്. ഗുഡ് ലക്ക്. അസിസ്റ്റന്റ് ഡിസ്ട്രിബ്യൂട്ടറോട് ജഗദീഷ് കൂടി ഒന്ന് സംസാരിക്കണം. ഞാൻ സംസാരിക്കാം സാർ. ഇന്ന് തന്നെ ഞാൻ വിളിക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പ്രിയ, ഏതെങ്കിലും വിധത്തിൽ അച്ഛൻ അറിഞ്ഞ പ്രശ്നമായിരിക്കും കേട്ടോ. അറിയാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ടത് ചേച്ചി. അറിഞ്ഞാ എനിക്കൊന്നുമില്ല. തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ആ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്ക്. ഹലോ പ്രിയങ്ക, കൃത്യസമയത്താണല്ലോ. ഞാൻ എല്ലായ്പ്പോഴും കൃത്യസമയം പാലിക്കാറുണ്ട് സർ. തുടക്കകാലത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറയാറ്. കുറച്ച് കഴിയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. ഞാൻ മുൻകൂട്ടി വാക്കൊന്നും പറയുന്നില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാ പെരുമാറുന്നതെന്ന് സാറിന് മനസ്സിലാവുമല്ലോ. ആ ജിതിനെ, അതൊന്ന് ഹെൽപ്പ് ചെയ്തേ. ഏയ് വേണ്ട വേണ്ട, അതിലൊക്കെ ഒരുപാട് പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉള്ളതാ. അതൊക്കെ അവര് തന്നെ കൈകാര്യം ചെയ്തോളും. അവരെ കൊണ്ടത് പറ്റുന്നില്ലല്ലോ. അതൊക്കെ പറ്റും. ഞങ്ങള് സ്ഥിരമായിട്ട് പോകുന്നതല്ലേ. എന്റെ ആയ കൊറേ കാലമായിട്ട് എന്റെ കൂടെ തന്നെയാ. ആ കോസ്റ്റ്യൂംസ് ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചേക്കെ. ചെല്ല. ഇവറ്റുകളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല സർ. ഞാൻ പിന്നെ അല്പം സ്ട്രിക്റ്റ് ആയിട്ട് കൂടെ കൊണ്ട് നടക്കുന്നേ ഉള്ളൂ. പ്രിയങ്ക, താൻ പോയി മേക്കപ്പ് ചെയ്തോളൂ. ഓക്കെ സർ. ശരി. ജഡ്ജ് ചെയ്യാനൊന്നും ആയിട്ടില്ല, പക്ഷെ അത്ര നല്ലതല്ല അല്ല ജഗദീഷേ? ഒരു സിനിമയിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും ഒരുമിച്ച് നന്നാക്കാനുള്ള ഉത്തരവാദിത്വം ഒന്നും നമുക്കില്ലല്ലോ സാർ. നമുക്ക് നമ്മുടെ ജോലി ചെയ്യിപ്പിക്കുക, അവരെ പറഞ്ഞുവിടുക, അത്രേ ഉള്ളൂ. ചേച്ചി, ഇതൊക്കെ എവിടെ വെക്കണ്ടേ? അങ്ങോട്ട് വെച്ചാ മതി. എന്നോട് നീ ചെയ്തതിനെല്ലാം ഈ ലൊക്കേഷനിലിട്ടാ ഞാൻ പകരം വീട്ടാൻ പോകുന്നത്. നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. ഇതൊരു ലൈറ്റ് മുഖത്തേക്ക് വീഴുന്നല്ലോ, ഒന്ന് മാറ്റാൻ പറ. അത് മാറ്റാനൊന്നും പറ്റില്ല മോളെ, അത് സൂര്യനാ.
ഈ ചേർന്ന് ഇവിടുന്ന് മാറ്റിയിട്. മാറ്റിയിടാൻ.